ഹായ് സ്റ്റുഡൻസ്, എജു തലവിന്റെ അടുത്ത ഒരു മെഗാ ലൈവ് സെഷനിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇഗ്നോ എംകോം സ്റ്റുഡൻസിന്റെ നാളെ നടക്കാൻ പോകുന്ന MCO 022 ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് മാനേജറിയൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്ട്സിന്റെ ഒരു റിവിഷൻ സെഷനാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പേപ്പർ, നമ്മളിത് ഡിഗ്രി ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികളാണ്, ഡിഗ്രിയും BCom പഠിച്ചു വരുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ സെയിം കാര്യം തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. അത് ഒന്നും കൂടി ഒരു മാനേജറിയൽ ലെവലിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മാത്രമാണ് നമുക്ക് ഇവിടെ വരുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള മീനും മീഡിയനും മോഡും ടൈം സീരീസ് അനാലിസും കോറിലേഷനും റിഗ്രഷനും അതുപോലെ ബാക്കിയുള്ള സ്ക്യൂനെസും കാൽപിയസും കോറിലേഷനും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഒപ്പം ഹൈപ്പോത്തിസ് ടെസ്റ്റിംഗ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മാനേജറിയൽ ലെവലിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എപ്പോഴും QT അഥവാ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യമാണ് സെൻസസ് എന്നും സാമ്പിളിംഗ് എന്നും പറയുന്ന രണ്ട് കാര്യം എന്ന് പറയുന്നത്. അതുപോലെ സാമ്പിളിംഗിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള മെത്തേഡുകൾ എന്ന് പറയുന്നത് ഇത് നമുക്ക് എക്സാമിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതും QTയിൽ ഒരു പ്രധാനപ്പെട്ടുള്ള ഭാഗം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. നമുക്കിപ്പോ നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ വാർഡുകളിലും പഞ്ചായത്തിലും ജില്ലയിലും ഒക്കെ ആയിട്ട് നമുക്ക് എന്താ സെൻസസ് എടുക്കാനൊക്കെ കുറെ ടീച്ചേഴ്സ് പോകുന്നു. നമ്മുടെ വീട്ടിലോട്ടൊക്കെ സെൻസസ് വരുന്നു, ഓൺലൈനായിട്ട് സെൻസസ് ഫോം നമ്മൾ ഫില്ല് ചെയ്യുന്നു. അങ്ങനെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ സെൻസസ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ട്. ഒപ്പം സാമ്പിളിംഗ് എന്ന് പറയുന്നുണ്ട്. എന്താണ് സെൻസസ്, എന്താണ് സാമ്പിളിംഗ് എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ടുള്ള ക്വസ്റ്റ്യനിലൂടെ നമുക്ക് നോക്കാൻ അല്ലെ. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് സാമ്പിളിംഗ് അൺഅവോയ്ഡബിൾ ആവാത്തത്, വൈ സാമ്പിളിംഗ് ഓപ്ഷൻ അൺഅവോയ്ഡബിൾ, എന്തുകൊണ്ട് നമുക്കത് വേണ്ട, സെൻസസ് മാത്രം ചെയ്താൽ മതി എന്നുള്ളത് വെക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. നമുക്കറിയാം സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് സെൻസസ്? നമ്മളുടെ വീട്ടിൽ വന്ന് നമ്മളുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഓരോരുത്തരുടെയും തല എണ്ണിപ്പോകുന്ന, ഓരോരുത്തരും വന്നിട്ടും ഓരോ വീടുകളിൽ നിന്ന് ഓരോരുത്തരെയും കണ്ട് എന്തിനുണ്ട്, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഒരു ഡാറ്റ, ഇതാണ് ആ ഡാറ്റ. ഈ ഞാനിവിടെ വരച്ചിരിക്കുന്നതാണ് നമുക്ക് പഠിക്കാനുള്ള ഡാറ്റ. ഇതില് ഒരു 2000 എന്തുണ്ട്, പീപ്പിൾ ഉണ്ട്. ഈ 2000 പീപ്പിളിനെ കുറിച്ച് എന്ത് ചെയ്യാണ്, ഡീറ്റെയിൽഡ് ആയി ഓരോരുത്തരെയും കണ്ട് പഠിക്കുന്ന മെത്തേഡാണ് സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഈ ഒരു സെൻസസിൽ നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഡാറ്റ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ. എന്താ വിളിക്കുക, പോപ്പുലേഷൻ എന്ന് വിളിക്കും. അപ്പൊ എൻ്റയർ പോപ്പുലേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോ ഈ പോപ്പുലേഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, പലതരത്തിലുള്ള മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് മൊത്തമായിട്ടുള്ള ആൾക്കാരെ പഠിക്കില്ല. ഈ 2000-ൽ നിന്ന് നമ്മളൊരു 200 റെപ്രസെന്റേറ്റീവ് ആൾക്കാരെ എടുക്കുകയാണ്. ഒരു 200, ഈ 2000 ആൾക്കാർ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു 200 ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ തെരഞ്ഞെടുക്കുന്നു. ആ 200 ആൾക്കാരെ കുറിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്, അഥവാ സാമ്പിളിംഗ് മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. നമ്മൾ ഇത്തരത്തിൽ തെരഞ്ഞെടുത്ത് ഇതിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോ ഒരു എൻ്റയർ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, സെൻസസ് എന്ന് വിളിക്കും. അതേ എൻ്റയർ പോപ്പുലേഷൻ നിന്ന് കുറച്ച് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് എടുത്തുകൊണ്ട് അഥവാ സാമ്പിൾസ് എടുത്തുകൊണ്ട് അതിനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സാമ്പിളിംഗ് എന്ന് വിളിക്കും. ഈ സാമ്പിളിംഗിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പഠിക്കാനുണ്ട്, അവിടെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോ എന്തുകൊണ്ടാണ് ഈ സാമ്പിളിംഗ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്? നമുക്ക് ഒരു ചെറിയ പോപ്പുലേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെൻസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. കാരണം എന്താണ്, സെൻസസ് എന്ന് പറയുമ്പോൾ എല്ലാ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ലാർജ് പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതോടൊപ്പം തന്നെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നോളജ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ വേണം. അവരെ കിട്ടിയിട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ഇവർക്ക് കൊടുക്കേണ്ട കോസ്റ്റ്. ഇതൊക്കെ ഇതിൽ നേരിടുന്ന വലിയ വെല്ലുവിളികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും, പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് സാമ്പിളിംഗ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കൂടുതൽ റിസർച്ച്
ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞത്. പോപ്പുലേഷൻ അത്ര ആക്യുറസി 100% ആക്യുറസി ഒന്നും നമുക്ക് എന്തിനു പറയാൻ പറ്റില്ല, സാമ്പിളിങ്ങിന് പറയാൻ പറ്റില്ല. പക്ഷെ ഇറ്റ് ഈസ് അൺഅവോയ്ഡബിൾ ആണ്. ഓക്കെ, അത് നമുക്ക് അതിന്റെ ആൻസറിലോട്ട് കടക്കാം. നോക്കൂ, എന്താണ് സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റഡി എവറി യൂണിറ്റ് ഓഫ് ദി പോപ്പുലേഷൻ. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മുടെ പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കും. എപ്പോഴാണ് BCOC 132 ക്ലാസ്? ഉച്ചയ്ക്ക് 2:30ക്കാണ് നമുക്ക് നമ്മുടെ ക്ലാസ് വരുന്നത്. ഉച്ചയ്ക്കായിരിക്കും കേട്ടോ. അപ്പൊ ഇതേ ചാനലിൽ നമ്മൾ ഉച്ചയ്ക്ക് 2:30ക്ക് അതിന്റെ ക്ലാസ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു പേപ്പർ ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞേ സെൻസസ് മെത്തേഡിലോട്ടായിരുന്നു നമ്മൾ വന്നിട്ടില്ല അല്ലെ. അപ്പൊ സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റഡി ദ എൻറ്റയർ യൂണിറ്റ് ഓഫ് ദി പോപ്പുലേഷൻ ഓർ എവറി യൂണിറ്റ് ഓഫ് ദി പോപ്പുലേഷൻ. ആ പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സെൻസസ് മെത്തേഡ് എന്ന് വിളിക്കുക. എന്നാൽ റെപ്രസെന്റേറ്റീവ് പാർട്ടിനെ കുറിച്ച് അഥവാ സാമ്പിൾസിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. ഒരു പോപ്പുലേഷന്റെ അതിൽ നിന്ന് ഒരു റെപ്രസെന്റേറ്റീവ് ആയി എടുക്കുന്ന ഐറ്റംസ്, ദാറ്റ് ഈസ് സാമ്പിളിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ്, ജസ്റ്റ് നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അത് പറയുന്നുണ്ട് എന്നുള്ളൂ കേട്ടോ. ആൻഡ് സെൻസസ് മെത്തേഡ് പ്രൊവൈഡ് ഹൈലി ആക്യുറേറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് റിസൾട്ട്. നമുക്ക് സെൻസസ് മെത്തേഡിലൂടെ ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് റിസൾട്ട് നമുക്ക് കിട്ടും. ഹൈലി ആക്യുറേറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് റിസൾട്ട് നമുക്ക് അവിടെ കിട്ടും, സെൻസസ് മെത്തേഡിലൂടെ കിട്ടും. എന്നാൽ സാമ്പിളിംഗ് മെത്തേഡിലൂടെ നോക്കുന്ന സമയത്ത് റിസൾട്ട്സ് ആർ എസ്റ്റിമേറ്റഡ് ആൻഡ് മേ കണ്ടെയ്ൻ സാമ്പിളിംഗ് എറർ. ഇവിടെ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്, സാമ്പിളിംഗ് എറർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അത് എസ്റ്റിമേഷൻ ആണ്. കറക്റ്റ് ആയിട്ട് എന്റെ ഡാറ്റയെ കുറിച്ച് പഠിച്ചല്ല, അതിൽ നിന്ന് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റയെ കുറിച്ച് എടുത്തിട്ട് പഠിക്കണം. ചിലപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യാം, വ്യത്യാസങ്ങൾ വരാം. അതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. ആൻഡ് സെൻസസ് മെത്തേഡ് റിക്വയർ മോർ ടൈം, മോർ മണി ആൻഡ് മോർ മാൻ പവർ. നമുക്ക് കുറെ സമയം വേണം, കുറെ ക്യാഷ് വേണം, കുറെ മാൻ പവർ വേണം. കാരണം നമുക്ക് എല്ലാ യൂണിറ്റിനെയും കുറിച്ചും പഠിക്കണം. അതാണ് ഒരു കാര്യം. എന്നാൽ ലെസ് ടൈമില് ലെസ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എഫേർട്ട് കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാമ്പിളിംഗ് മെത്തേഡ് നമുക്ക് ചെയ്യാനും സാധിക്കും. അതാണ് സാമ്പിളിംഗിന്റെ എന്തെന്ന് പറയുന്നത്, അതിന്റെ കാര്യം എന്ന് പറഞ്ഞത്. ഇനി സെൻസസ് മെത്തേഡിൽ എവിടെയാണ് നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞത് സ്മോൾ ആവണ സമയത്തായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അതേസമയം പോപ്പുലേഷൻ ലാർജ് ആവണ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് പോപ്പുലേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക സാമ്പിളിംഗ് മെത്തേഡാണ്. ഓക്കെ, അപ്പോ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ സെൻസസ് മെത്തേഡിൽ സാമ്പിളിംഗ് എറർ ഉണ്ടാവും ഇല്ല, കാരണം അവിടെ എല്ലാ യൂണിറ്റിനെയും കുറിച്ചും പഠിക്കുന്നുണ്ട്. എന്നാൽ സാമ്പിളിംഗിൽ സാമ്പിളിംഗ് എറർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതാണ് സെൻസസ് മെത്തേഡും സാമ്പിളിംഗ് മെത്തേഡും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യമായിരുന്നു വൈ ഈ സാമ്പിളിംഗ് ഓഫ്റ്റൻ അൺഅവോയ്ഡബിൾ. ഞാൻ മെയിൻ പോയിന്റുകളെയും അതിന് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന 20 മാർക്കും വരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്ന അറിയാം, എങ്കിലും ജസ്റ്റ് എഴുതണം എന്നുള്ളത് ഓർമ്മിപ്പിക്കാം കേട്ടോ. ഓക്കെ, എന്തുകൊണ്ടാണ് സാമ്പിളിംഗ് ഓഫ്റ്റൻ അൺഅവോയ്ഡബിൾ ആവുന്നത്? ഫസ്റ്റ് കേസ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ആണ്. അതായത് some test destroy the item being tested. Example, testing the strength of steel, bulb or medicine. Hence complete synthesis is impossible. ചില സാധനങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ ബൾബ് നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാ ബൾബും പിടിച്ച് ടെസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് കുറെ നമ്മൾ പല പല കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നോക്കും. അപ്പൊ അത് എന്ത് ചെയ്യാം, ചിലപ്പോൾ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് 1-2 അപ്പൊ 1000 ഉണ്ടാക്കുമ്പോൾ ഒരു 10 ടെസ്റ്റ് ചെയ്യാൻ അറിയുമ്പോൾ നമുക്ക് വലിയ ലോസ് ഉണ്ടാവില്ല. അപ്പൊ ഡിസ്ട്രക്റ്റീവ് ചെയ്യാറുണ്ട് ചില ടെസ്റ്റിങ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ കേസിലും എന്തില്ല, സാമ്പിളിംഗ് നമുക്ക് ഉപയോഗിക്കാതെ സെൻസസ് ഉപയോഗിക്കാൻ പറ്റാത്തത്. അപ്പൊ സെൻസസ് എന്ന് പറയുന്നത് എല്ലാത്തിനും ഉപയോഗിക്കണം. കാരണം സെൻസസിൽ എല്ലാ ഐറ്റത്തിനെ കുറിച്ചും പഠിക്കണം. ഈ നമ്മളുടെ സ്റ്റീൽ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ബൾബ് ചെക്ക് ചെയ്യണം, മെഡിസിൻസ് ചെക്ക് ചെയ്യണം. ഇവിടെ എല്ലാം ചെക്ക് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല, അത് ഐറ്റംസിനെ ഇല്ലാതാക്കും. അതുകൊണ്ടാണ് ഫസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ ലാർജ് ഓർ ഇൻഫിനിറ്റ് പോപ്പുലേഷൻ. നമ്മളുടെ പോപ്പുലേഷൻ ലാർജ് ആണ്, 10 ലക്ഷം, 10 കോടി, 100 കോടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 100 കോടി പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു വർഷമെങ്കിൽ, ഇതിനെല്ലാത്തിനെയും എന്ത് ചെയ്യാം, ഓരോന്നെടുത്ത് ഇത് നല്ലതാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ, അങ്ങനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആവില്ല. അതാണ് മറ്റൊരു റീസൺ എന്ന് പറയുന്നത്. പിന്നെ ലിമിറ്റഡ് റിസോഴ്സസ് ലൈക്ക് ടൈം, മണി, ട്രെയിൻഡ് പേഴ്സൺസ് ഒക്കെ നമുക്ക് ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഫീസിബിൾ ആവുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് ആയിരിക്കും. ലിമിറ്റഡ്. പിന്നെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. സാമ്പിളിംഗ് ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 2000 പോപ്പുലേഷൻ ആണെങ്കിൽ 200 എടുക്കുന്നു, അതിനെ കുറിച്ച് പെട്ടെന്ന് പഠിച്ചിട്ട് റിസൾട്ടിലോട്ട് എത്താൻ പറ്റും. ക്വിക്കായി ഡിസിഷൻ എടുക്കാൻ പറ്റും.
സെൻസസ് ആകുമ്പോൾ മോർ ടൈം ആവശ്യമാണ്. അത് നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്ട് ചെയ്യും. അതാണ് മറ്റൊന്ന്. ആൻഡ് എയ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. നമുക്ക് സാമ്പിളിൽ നിന്നാവുമ്പോൾ 2000 പേരിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് 200 പേരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന അസുഖം 200 പേരിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഈസിയർ ആയിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ സാധിക്കും? നമുക്ക് സാമ്പിളിംഗ് ആവുന്ന സമയത്ത് നമുക്ക് സാധിക്കും. ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ദ സാമ്പിളിംഗ് റെഡ്യൂസ് വർക്ക് ലോഡ് ആൻഡ് സിംപ്ലിഫൈ ദ റിസർച്ച് പ്രോസസ് വൈ മെയിൻറ്റെയിനിങ് അക്സെപ്റ്റബിൾ ആക്യുറസി. ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആക്യുറസി നമുക്ക് ഒരുപാട് വർക്ക് ലോഡ് ഒന്നും ഇല്ലാതെ നമ്മുടെ റിസർച്ച് പ്രോസസിനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് മറ്റൊരു കാര്യം. ഇതാണ് നമ്മളുടെ സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് സെൻസസ് മാത്രം ചെയ്താൽ മതി എന്ന് പറയാൻ സാധിക്കാത്തതിന്റെ റീസൺസ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സെൻസസ് ആൻഡ് സാമ്പിളിംഗ് ആൻഡ് വൈ സാമ്പിളിംഗ് ഓഫ്റ്റൻ അൺഅവോയ്ഡബിൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഇൻ 3 മെയിൻ അപ്രോച്ച് ടു പ്രോബബിലിറ്റി തിയറി. എന്താ പ്രോബബിലിറ്റി തിയറി? പ്രോബബിലിറ്റി എന്താണ്? നമുക്കൊരു കാര്യം നടക്കാനുള്ള ചാൻസ്. ഫോർ എക്സാമ്പിൾ പറയുക, ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യും. ഒരു കോയിന് എന്താണ്? ഹെഡ് ഉണ്ട്, ടെയിൽ ഉണ്ട്. അപ്പോ നമുക്ക് ഈ ഹെഡും ടെയിലും, അപ്പൊ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് വീഴാൻ എത്ര ചാൻസ് ഉണ്ട്, ടെയില് വീഴാൻ എത്ര ചാൻസ് ഉണ്ട്, ആ ചാൻസിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞത്. ഒക്കറിങ് എന്താണ്? അത് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് ഓഫ് ഒക്കറിങ്, അല്ലെ? ചാൻസ് ഓഫ് ഒക്കറിങ് ആൻഡ് ചാൻസ് ഓഫ് സക്സസ്ഫുൾ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നമ്മളൊരു എന്ത് ചെയ്യാണ്? ഒരു കോയിൻ ഹെഡ് നമ്മള് ടെയിൽ എന്ത് ചെയ്യാണ്? ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് വീഴാൻ എത്ര ചാൻസ് ഉണ്ട്? 2 പുറമാണ്. അപ്പോ 2 ഔട്ട്കം, ഒന്നില്ലെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയില വീഴ. അതിൽ ഹെഡ് വീഴാൻ എത്ര ചാൻസാ? ഒറ്റ പ്രാവശ്യം ഇടുന്നുള്ളൂ, അപ്പൊ ഒരു ചാൻസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിന്റെ പ്രോബബിലിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോ നമ്മുടെ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള 3 മെയിൻ അപ്രോച്ചസിനെ കുറിച്ച് എഴുതാനാണ് നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് പല പല സമയങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. എന്താണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ. പ്രോബബിലിറ്റി is the measure of the likelihood that an event will occur. ഒരു ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള ആ ചാൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് വാല്യൂ റേഞ്ച് ഫ്രം 0 to 1. അപ്പൊ പ്രോബബിലിറ്റി ഏതൊക്കെ ആയിരിക്കും? ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 ആയിരിക്കും ഉണ്ടാവുക. 0 ഇൻഡിക്കേറ്റ്സ് ആൻ ഇമ്പോസിബിൾ ഇവന്റ്. 0 എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതൊരു ഇമ്പോസിബിൾ ഇവന്റ് ആണ് എന്നുള്ളതാണ്. ആൻഡ് 1 ഇൻഡിക്കേറ്റ്സ് എ സെർട്ടൈൻ ഇവന്റ്. നടക്കാൻ ചാൻസ് ഉള്ള ഒരു ഇവന്റ് ആണ്, അല്ലെ? എന്തായാലും നടക്കും. അതാണ് 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിലുള്ള 3-4 അപ്രോച്ചസിനെ കുറിച്ചാണ് ചോദിച്ചത്. നമ്മള് ക്ലാസിക്കൽ അപ്രോച്ച്, അതുപോലെ തന്നെ റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച് ആൻഡ് സബ്ജക്റ്റീവ് അപ്രോച്ച്, ഇത് 3ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ അപ്രോച്ച് ആണ് ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എ പ്രയോറി എന്ന് പറയും. നോക്കൂ, the classical approach defines the probability as the ratio of the number of favorable outcome and total outcome equally likely outcome. അതായത് ടോട്ടൽ ഔട്ട്കംസും അതുപോലെ നമ്പർ ഓഫ് സക്സസ്ഫുൾ ഔട്ട്കം തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്? പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യാണ്. എന്ത് ചെയ്യുന്നത്? ഒരു കോയിൻ, അതിന് 2 വശങ്ങളാണുള്ളത്. ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഹെഡ് വീഴാം അല്ലെങ്കിൽ ടെയിൽ വീഴാം. ഈ കോയിൻ ഞാൻ 5 പ്രാവശ്യം ഞാൻ ടോസ് ചെയ്യണം. അപ്പൊ എനിക്ക് എത്ര ഔട്ട്കം ഉണ്ടാവും? ഔട്ട്കം എന്ന് പറയുന്നത് 5 ഔട്ട്കം എനിക്ക് ഉണ്ടാവും. 5 പ്രാവശ്യം 5 എന്ത് ഉത്തരം. ഒരു പ്രാവശ്യം ഇതിപ്പോ ഹെഡ് ഇട്ട് പിന്നെ ടെയിൽ, അങ്ങനെ 5 ഔട്ട്കംസ് എനിക്ക് ഉണ്ടാവും. അപ്പൊ ഇതിൽ ഈ 5 ഔട്ട്കംസിൽ ഹെഡ് എന്ത് ചെയ്യാ? ഹെഡ് വീഴാനുള്ള ചാൻസ്, അതുപോലെ തന്നെ ടെയില് വീഴാനുള്ള ചാൻസ്. അതിപ്പോ ഞാൻ ഹെഡ് വീഴാനുള്ള ചാൻസ് 3 പറയുക 5/3. ഇത്തരത്തില് എന്താണ്? ഫേവറബിൾ ചാൻസും അതുപോലെ തന്നെ ഔട്ട്കവും തമ്മിലുള്ള ആ ഒരു റേഷ്യോ ആണ് എന്തെന്ന് പറഞ്ഞ പ്രോബബിലിറ്റി എന്നാണ് ക്ലാസിക്കൽ അപ്രോച്ചിൽ പറയുന്നത്. ഇറ്റ് ആപ്ലിക്കബിൾ ഓൺലി വെൻ all outcomes are equally likely and known in advance. അതായത് കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒന്നില്ലെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ആണ് ഉണ്ടാവുക, ഈക്വലി ലൈക്ലി ആണ്. അതേപോലെ തന്നെ നമുക്ക് മുൻകൂട്ടി അറിയാം ഒന്നില്ലെങ്കിൽ ഹെഡ് ടെയിൽ ഒന്നേ വീഴുള്ളൂ. അങ്ങനെ ഉണ്ടാവുന്ന കേസുകളിൽ മാത്രമേ നമുക്ക് ഏത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ക്ലാസിക്കൽ അപ്രോച്ചസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ പ്രോബബിലിറ്റി
പി ഓഫ് ഇ എന്നാണ് എഴുതുക. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഇ എന്ന് ഹെഡ് ആണ് നോക്കുന്നെങ്കിൽ പി ഓഫ് ഹെഡ്, ടെയിൽ ആണെങ്കിൽ പി ഓഫ് ടെയിൽ, അങ്ങനെയാണ് കൊടുക്കുക കേട്ടോ. അപ്പൊ പി ഓഫ് ഇ ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലി ലൈക്ലി ഔട്ട്കം. ഇതായിരിക്കും ക്ലാസിക്കൽ അപ്രോച്ചസിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞത്, പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഒരു എക്സാമ്പിൾ ഉണ്ട്. ടോസിങ് എ ഫെയർ കോയിൻ, ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യാണ്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ്, ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയായിരിക്കും, 1/2 ആയിരിക്കും. റോളിംഗ് ഫോർ എ ഡൈ, 6 വശങ്ങളാണുള്ളത് അല്ലെ. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നമ്പർ 4 കിട്ടാൻ എത്രയായിരിക്കും, 6 വശങ്ങളിൽ എല്ലാത്തിലും 1 2 3 4 5 6 ഒറ്റ പ്രാവശ്യം ടോസ് ചെയ്യുന്നുള്ളപ്പോ 1/6 ആയിരിക്കും. അപ്പോ അതാണ് അതിന്റെ എക്സാമ്പിൾസ് എന്ന് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ചോദിച്ചുള്ളത് അതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. എന്താണ് അഡ്വാൻറ്റേജ്? സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഗെയിംസ് ഓഫ് ചാൻസസിലാണ് നമുക്ക് ഇത് കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കുക. പക്ഷെ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, നോട്ട് ഈക്വലി ലൈക്ലി എല്ലാ ഔട്ട്കംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതാണ് മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് എല്ലാ റിയൽ ലൈഫ് സിറ്റുവേഷനും നമുക്ക് എന്തല്ല, സ്യൂട്ടബിൾ അല്ല. ഇതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്, ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് നമ്മളുടെ എന്തെന്ന് പറഞ്ഞ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞത്. ഇനി അടുത്ത അപ്രോച്ച് ആണ് റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച് എന്ന് പറഞ്ഞത്. ഏതാണ് റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ചസ് എന്ന് പറഞ്ഞു. നോക്കൂ, ഇൻ റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച് ഡിഫൈൻ the probability based on actual observation or experiment. ആക്ച്വൽ ഒബ്സർവേഷന്റെ അല്ലെങ്കിൽ എക്സ്പെരിമെന്റിന്റെ ബേസിലായിരിക്കും നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രോബബിലിറ്റി പറയുന്നത്. Like the probability is the long run proportion of time and event occur when an experiment is repeated many times. ഒരു കാര്യം ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാണ്ട്, ഇപ്പോ നമ്മുടെ മഴ ജൂൺ ജൂലൈയും മാസങ്ങളിലോട്ട് മഴ വരും. ഇത് നമ്മൾ ഒരുപാട് വർഷം നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്ത് ഈ സാധനം ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് നമ്മളത് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത്ര മാസം മഴ, ഇത്ര മാസം മഞ്ഞ്, ഇത്ര മാസം വെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പൊ അത് ആ ഒരു ലോങ് റണ്ണിൽ ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യാം. അപ്പൊ അത്തരത്തിലൊരു എക്സ്പെരിമെന്റോ അല്ലെങ്കിൽ ആക്ച്വൽ ഒബ്സർവേഷനോ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച് അല്ലെങ്കിൽ എംപിരിക്കൽ അപ്രോച്ചിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രോബബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാം. ഇറ്റ് റിലൈസ് ഓൺ ഹിസ്റ്റോറിക്കൽ ഓർ എക്സ്പെരിമെന്റൽ ഡാറ്റ. എക്സ്പെരിമെന്റൽ ഡാറ്റ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പ്രോബബിലിറ്റി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് ദാറ്റ്സ് ഈവന്റ് ഒക്കർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. നമ്മള് 10 പ്രാവശ്യം ട്രയൽ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ആ ഡിസിഷനിലോട് എത്തിയത്. 10 പ്രാവശ്യം ട്രയൽ ചെയ്ത സമയത്ത് നമുക്ക് 3 പ്രാവശ്യം സക്സസ് ആയിരുന്നുണ്ടാവാം ആ ഇവന്റ് ഒക്കെ ഇരുന്ന. അപ്പൊ ആ ഇവന്റ് നടക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞത് എന്താണ്, 3/10 ആയിരിക്കും അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞത്. നമുക്ക് സിംപ്ലി കോൺസെപ്റ്റ് ആണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് എ മെഷീൻ പ്രൊഡ്യൂസ് 500 ഡിഫക്റ്റീവ് ഐറ്റംസ് ഔട്ട് ഓഫ് 10,000 പ്രൊഡക്റ്റ്, 10,000 പ്രൊഡക്റ്റിൽ എന്ത് ചെയ്യണം, 5,000 ഡിഫക്റ്റീവ് ഉണ്ടാക്കുന്നുണ്ട്. ദ പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ 10,000 എണ്ണത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, 10,000 പ്രൊഡക്റ്റ് ഉണ്ട്, അത് 10,000 എണ്ണത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ 500 ഡിഫക്റ്റീവ് ആയിരുന്നു. അപ്പൊ 10,000 എന്തായിരിക്കും, അതായിരിക്കും നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽ എന്ന് പറഞ്ഞാൽ. ആ ഇവന്റ് ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞ ഇവന്റ് ഒക്കെ 500 പ്രാവശ്യമാണ്. അപ്പൊ 500 ഡിവൈഡ് ബൈ 10,000, അതായത് 0.05 ആയിരിക്കും നമ്മൾ അവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് പാസ്റ്റ് റെക്കോർഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മളുടെ ഇപ്പോഴത്തെ റെയിൻഫാൾ ഒക്കെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യല്ലോ, അതൊക്കെ ഈ റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ അപ്രോച്ച് ആൻഡ് ലാസ്റ്റ് അപ്രോച്ച് ആണ് സബ്ജക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞത്. എന്താണ് സബ്ജക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ സബ്ജക്റ്റീവ് അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ ദി ഇൻഡിവിജ്വൽ പേഴ്സണൽ ജഡ്ജ്മെന്റ്, നോളജ്, എക്സ്പീരിയൻസ് ഓർ ബിലീഫ് അബൌട്ട് ദ ലൈക്ക്ഹുഡ് ഓഫ് ദി ഇവന്റ്. അതായത് ഒരു ഇവന്റ് നടക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ജഡ്ജ്മെന്റ്, നോളജോ എക്സ്പീരിയൻസോ ബിലീഫിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് സബ്ജക്റ്റീവ് ആയിട്ട് പറയുന്ന അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. ആ അതിനനുസരിച്ച് ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇന്ന് വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ എന്തായാലും മഴ പെയ്യും, അല്ലെങ്കിൽ ഇപ്പൊ ഫുട്ബോൾ ഫിഫ വേൾഡ് കപ്പ് നടക്കാണല്ലേ, അപ്പൊ ഞാൻ പ്രിഡിക്റ്റ് ചെയ്യാണ് നാളെ ഈ എ എന്ന് പറഞ്ഞ ടീം 3-0 വിജയിക്കും,
ഫസ്റ്റ് ഹാഫിന്റെ അവസാനത്തിൽ ഒരു ഗോളും നേടും, സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ ഒരു ഗോളും ലാസ്റ്റ് ഒരു ഗോളും നേടും. ഇങ്ങനെ 3 ഗോൾ എ എന്ന് പറഞ്ഞ ടീം നേടും എന്നുള്ളത് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും എന്താ ഞാൻ ചെയ്യുന്നത്? ഞാൻ ഇത്രയും ദിവസം കളി കണ്ടതിന്റെ, ആ ടീമിന്റെ കളി കണ്ടതിന്റെ, നടക്കാൻ പോകുന്ന ഇന്നത്തെ കളിയുടെ, ഇതിന്റെ എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു കാര്യം പ്രിഡിക്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിൽ എന്റെ എക്സ്പീരിയൻസ്, എന്റെ ജഡ്ജ്മെന്റ്, എന്റെ ബിലീഫിനനുസരിച്ച് ഞാനൊരു എന്താണ് ചാൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സബ്ജക്റ്റീവ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് വെൻ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഈസ് അൺഅവൈലബിൾ. ഹിസ്റ്റോറിക്കൽ ഡാറ്റ അവൈലബിൾ ആവാത്ത, അല്ലെങ്കിൽ വെൻ ഡീലിംഗ് വിത്ത് യുണീക് സിറ്റുവേഷൻസ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോഴാണ് സബ്ജക്റ്റീവ് അപ്രോച്ചസ് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. എ മാനേജർ എസ്റ്റിമേറ്റ് ദ സക്സസ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ്. ഒരു ന്യൂ പ്രൊഡക്ട്സിന്റെ സക്സസ് നോക്കാം. അല്ലെങ്കിൽ ആൻ ഇൻവെസ്റ്റർ പ്രിഡിക്റ്റിംഗ് ദ സ്റ്റോക്ക് മാർക്കറ്റ് മൂവ്മെന്റ് പ്രിഡിക്ഷൻ. ആൻഡ് ഇലക്ഷൻ അനലിസ്റ്റ് ഫോർകാസ്റ്റിംഗ് ഇലക്ഷൻ റിസൾട്ട് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്? സബ്ജക്റ്റീവ് അപ്രോച്ച് ആണ് ട്ടോ. ഇങ്ങനെയാണ് നമുക്ക് 3 പ്രോബബിലിറ്റിയുടെ പ്രധാനപ്പെട്ടുള്ള അപ്രോച്ചസിനെ നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയായിരുന്നു? ക്ലാസിക്കൽ അപ്രോച്ച്, റിലേറ്റീവ് അപ്രോച്ച് ആൻഡ് സബ്ജക്റ്റീവ് അപ്രോച്ച്. അപ്പോ ക്ലാസിക്കൽ അപ്രോച്ചിൽ ഈക്വലി ലൈക്ലി ഔട്ട്കംസിലാണ് യൂസ് ചെയ്യുക. ഗെയിം ഓഫ് ചാൻസിലാണ് ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. കോയിൻ ടോസ് ചെയ്യുക, ഡൈസ് റോൾ ചെയ്യുന്നതൊക്കെ എക്സാമ്പിൾ ആണ്. റിലേറ്റീവ് അപ്രോച്ചസ് പ്രധാനമായും പാസ്റ്റ് ഒബ്സർവേഷനെ, എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ബിസിനസ് ആൻഡ് സയന്റിഫിക് സ്റ്റഡീസിലാണ് ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഡിഫക്റ്റീവ് റേറ്റ്, റെയിൻഫാൾ പ്രിഡിക്ഷൻ ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പേഴ്സണൽ ജഡ്ജ്മെന്റ് ആൻഡ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് സബ്ജക്റ്റീവ് അപ്രോച്ച്. ബിസിനസ് ഡിസിഷനിൽ ഫോർകാസ്റ്റിംഗ് ഉപയോഗിക്കും. സെയിൽസ് ഫോർകാസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, സ്റ്റോക്ക് മാർക്കറ്റ് മൂവ്മെന്റ് ഡിസിഷൻ, ഇതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? സബ്ജക്റ്റീവ് പ്രോബബിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ടുള്ള 3 പ്രോബബിലിറ്റി തിയറീസ്. പ്രോബബിലിറ്റി തിയറീസിലെ പ്രധാനപ്പെട്ടുള്ള 3 അപ്രോച്ചസ് എന്ന് പറയണം. അതാണ് നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ഈ തേർഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നോക്കൂ എന്താ ക്വസ്റ്റ്യൻ ഉള്ളത്. വാട്ട് ഈസ് chi-square distribution and explain its application of goodness of fit and independence of categorized data. നമ്മുടെ chi-square ടെസ്റ്റ് നമുക്ക് എല്ലാവർക്കും പഠിച്ചിട്ടുണ്ടാവുക. നമുക്ക് എന്തായിരിക്കും? ആകെ നമുക്ക് എന്താ അറിയാം? chi-square x square equal to o minus e divided by e. OE minus all square divided by e. ഈ ഇക്വേഷൻ നമുക്കറിയാം. ഇത് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്, ഇൻഡിപെൻഡൻസ് ഓഫ് കാറ്റഗറൈസ്ഡ് ഡാറ്റ ആണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് എല്ലാവരും ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർ ഇത് കൃത്യമായിട്ട് കാണാൻ എന്താണ് കാര്യം പറയുന്നത്, എന്തുകൊണ്ടാണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്നും ഇൻഡിപെൻഡൻസ് ഓഫ് കാറ്റഗറൈസ്ഡ് ഡാറ്റ എന്നുള്ള 2 chi-square ടെസ്റ്റ് 2 രീതി 2 സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നുള്ളതും നോക്കുക കേട്ടോ. അപ്പോ ഫസ്റ്റ് എന്താണ് chi-square ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. chi-square ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോ നമ്മളുടെ ഹൈപ്പോത്തീസ് കാര്യങ്ങളൊക്കെ കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റാസ് ആണെന്ന്, അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ ഡാറ്റാസ് ആണെന്നുണ്ടെങ്കിൽ അവ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു നോൺ പാരാമെട്രിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആണ് ഏതെന്ന് പറയുന്നത് chi-square ടെസ്റ്റ് എന്ന് പറയുന്നത്. എക്സ് സ്ക്വയർ നമ്മൾ എഴുതില്ലേ, ഇങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുക, സിമ്പിളി ഡിനോട്ട് ചെയ്യുക കേട്ടോ. ഇറ്റ് മെഷർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഓയും ഇയും, ഒബ്സർവ് ഫ്രീക്വൻസിനെ ഒ എന്നും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിനെ ഇ എന്നുമാണ് ഡിനോട്ട് ചെയ്യുക. ഇവ തമ്മിലുള്ള ഡിഫറൻസിനെ ആണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്, നമ്മുടെ chi-square ടെസ്റ്റിലൂടെ നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഡിറ്റർമൈൻ വെദർ ദ ഡിഫറൻസ് ഈസ് ഡ്യൂ ടു ചാൻസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ്. സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണോ അല്ലെങ്കിൽ ഡ്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതായിരിക്കും നമ്മൾ chi-square ടെസ്റ്റിലൂടെ നോക്കുന്നത്. നമുക്കിവിടെ ഹൈപ്പോത്തീസിനെ അറിയണം. ഹൈപ്പോത്തീസ് എന്ന് പറഞ്ഞാൽ ടെന്റേറ്റീവ് അസംഷൻസ് ആണ്. നൾ ഹൈപ്പോത്തീസും ഉണ്ട്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസും ഉണ്ട്. ഓക്കെ, അപ്പൊ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ടു എന്ന് പറയുന്നതാണ് നൾ ഹൈപ്പോത്തീസ്. ദർ ഇസ് എ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് എന്ന് പറയുന്നതാണ് എന്ത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസ് എന്നാണ്. അപ്പൊ ഹൈപ്പോത്തീസ് എന്താണ്? നൾ ഹൈപ്പോത്തീസും അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതൊന്നും കൂടി പൊടുതട്ടി എടുത്ത് വെക്കണം കേട്ടോ. എങ്കിലും ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. കാരണം ഹൈപ്പോത്തീസ് ടെസ്റ്റ് ചെയ്യാന്നുള്ള, ഹൈപ്പോത്തീസ് സെറ്റ് ചെയ്യാന്നുള്ളത് നമ്മളുടെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഹൈപ്പോത്തീസിനാണ് നമ്മൾ ഈ ഓരോ ടെസ്റ്റുകളിലൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്.
നമ്മുടെ സാമ്പിൾ എന്ത് ചെയ്യാണ് 30 കുറവാണെങ്കിൽ നമ്മൾ ടി ടെസ്റ്റ് ഉപയോഗിക്കും, 30 കൂടുതലാണെങ്കിൽ സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യും. അതേപോലെ തന്നെ കൈസ്കോർ ടെസ്റ്റ് നമ്മൾ കാറ്റഗോറിക്കൽ ഡാറ്റയിൽ യൂസ് ചെയ്യും. അങ്ങനെ പ്രത്യേകതകളുണ്ട്, അതും കൂടി ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ കൈസ്കോറിന്റെ ഫോർമുല എന്താണ്? O minus sigma of O minus E all square divided by E എന്നുള്ളതാണ് കൊടുത്തുള്ളത്. A larger X value indicates a greater difference between observed and expected frequency. ഒരു ലാർജർ ആയിട്ടുള്ള വാല്യൂ വരികയാണ്, ഒരു 10-15 ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ ഒബ്സർവ്ഡ് വാല്യൂ എക്സ്പെക്ടഡ് വാല്യൂ തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ 2 രീതിയിലാണ് ഉള്ളത് ആപ്ലിക്കേഷൻ. ഒന്ന് ഗുഡ്നെസ് ഓഫ് ഫിറ്റിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റിംഗ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് കാറ്റഗോറിക്കൽ ഡാറ്റ, കാറ്റഗറൈസ്ഡ് ഡാറ്റ ചെയ്യാൻ ഉപയോഗിക്കും. അതിൽ ആദ്യത്തെ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഗുഡ്നെസ് ഓഫ് ഫിറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നോക്കൂ, the goodness of fit test is used to determine whether the observed sample frequencies agree with a specified theoretical distribution. എന്താണ് പറയുന്നത്? ഈ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഡിറ്റർമൈൻ whether the observed samples എന്താണ് അതിന്റെ ഫ്രീക്വൻസീസ് നമ്മുടെ സ്പെസിഫൈഡ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് തന്നെ ആണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്, ഫിറ്റ് ആണോ എന്നുള്ളതാണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്ടഡ് ഫ്രീക്വൻസീസും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇത് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നോർമൽ, ബൈനോമിയൽ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ കൈസ്കോർ ഉപയോഗിക്കുക. ആൻഡ് ഡിറ്റർമൈൻ വെദർ എനി ഡിഫറൻസ് ആർ ഡ്യൂ ടു റാൻഡം ചാൻസ്, എന്തെങ്കിലും ഡിഫറൻസ് റാൻഡം ചാൻസ് കൊണ്ട് ഉണ്ടോ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുക, ടെസ്റ്റിംഗ് വെദർ എ ഡൈ ഈസ് ഫെയർ. ഒരു ഡൈ ഫെയർ ആണോ നോക്കുന്നത്. ചെക്ക് വെദർ കസ്റ്റമേഴ്സ് അറൈവൽ ഫോളോ എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഒരു കസ്റ്റമേഴ്സ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ അതിന്റെ അറൈവൽസ് എന്നുള്ളത്. ആൻഡ് വെരിഫൈ വെദർ എക്സാമിനേഷൻ മാർക്ക് ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. എക്സാമിനേഷൻ മാർക്ക് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ. ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗുഡ്നെസ് ഓഫ് കൈസ്കോർ ടെസ്റ്റ് ഫോർ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോ ഇതിന്റെ ഡിസിഷൻ റൂൾ എങ്ങനെ ഡിസിഷൻ എടുക്കാൻ നോക്കിക്കോട്ടോ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ OE X square equal to O സിഗ്മ ഓഫ് OE all square divided by E ഒക്കെ എല്ലാവരും ചെയ്തു വരും. പക്ഷെ ഡിസിഷൻ റൂൾ എങ്ങനെയാ എടുക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെ ഡിസിഷൻ റൂൾ എടുക്കുക? If the calculated value is less than the table value, നമ്മൾ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കും അല്ലെ. അപ്പൊ ആ ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണ് നമ്മളുടെ കാൽക്കുലേറ്റർ വാല്യൂ എങ്കിൽ the observed data fit the theoretical distribution, കാരണം ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് പറയാം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. ഇനി ഇഫ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ കൈ സ്ക്വയർ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ദ ഒബ്സർവ്ഡ് ഡാറ്റ ഡു നോട്ട് ഫിറ്റ് ദ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ H0 അക്സെപ്റ്റ് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യും? H0 റിജക്റ്റ് ചെയ്യും. ഈ ഒരു കേസ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇതാണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റിന്റെ ഡിസിഷൻ റൂൾ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് കാറ്റഗറൈസ്ഡ് ഡാറ്റ ചെയ്യാൻ വേണ്ടിയിട്ടും കൈസ്കോർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് the chi-score test of independence is used to determine whether two categorical variables and independent or associated. Variables independent ആണോ associated ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ chi-score ടെസ്റ്റ് കാറ്റഗറൈസ്ഡ് ഡാറ്റയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടുള്ള പർപ്പസ് റിലേഷൻഷിപ്പ്, ടു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അതായത് കാറ്റഗോറിക്കൽ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടു ടെസ്റ്റ് വെദർ വൺ വേരിയബിൾ ഇൻഫ്ലുവൻസ്, അത് ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ chi-score ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ഓഫ് കാറ്റഗറൈസ്ഡ് ഡാറ്റ നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുക, ജെൻഡറും പ്രൊഡക്റ്റ് പ്രിഫറൻസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലെവലും എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതുപോലെ സ്മോക്കിംഗ് ഹാബിറ്റും ഹെൽത്ത് കണ്ടീഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇവിടെ എങ്ങനെ ഡിസിഷൻ എടുക്കുക? ഇഫ് എക്സ് സ്ക്വയർ വാല്യൂ അഥവാ chi-score വാല്യൂ ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ ദ വേരിയബിൾ ആർ ഇൻഡിപെൻഡന്റ്. നമ്മുടെ അവിടെ എന്ത് ചെയ്യും? H0 നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, ഇവിടെ H0 നമ്മൾ റിജക്റ്റ് ചെയ്യും.
ഗ്രേറ്റർ ദാൻ ആണ് ടേബിൾ വാല്യൂനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും. നേരത്തെ സെയിം ഡിസിഷൻ റൂൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം ഇതിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്. ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് കാറ്റഗറൈസ്ഡ് ഡാറ്റ ആണോ അതോ നമ്മളുടെ ഏതാണ് ടെസ്റ്റ് ഓഫ് ഏതാണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോ ഇനി നമുക്ക് chi-square ടെസ്റ്റിന്റെ അഡ്വാൻറ്റേജ് നോക്കാം. സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാറ്റഗോറിക്കൽ അഥവാ കാറ്റഗോറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, നമ്മളെ ബ്യൂട്ടി, ഹെൽത്ത്, പ്രിഫറൻസ് ഒക്കെ പറയില്ലേ, അങ്ങനത്തെ ഡാറ്റയിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളതാണ് chi-square ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ദ ഡാറ്റ ടു ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഡാറ്റ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. ആൻഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ബിസിനസ്, എക്കണോമിക്സ്, മെഡിക്കൽ ആൻഡ് സോഷ്യൽ സയൻസ് റിസർച്ച്. ബിസിനസിനും എക്കണോമിക്സിനും മെഡിക്കൽ, സോഷ്യൽ സയൻസ് റിസർച്ചിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് എന്തെന്ന chi-square ടെസ്റ്റിന്റെ എന്തെന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. എങ്കിൽ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താ ലിമിറ്റേഷൻ? നമുക്ക് എല്ലാ ഫ്രീക്വൻസി ഡാറ്റയും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ഇൻ ഈച്ച് കാറ്റഗറി ഷുഡ് ജനറൽ ബി അറ്റ്ലീസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഗുഡ്നെസ് ഓഫ് ഫിറ്റിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ആണെങ്കിലും എക്സ്പെക്ടഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. അതാണ് ആ രണ്ട് എക്സാമിന് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ട് chi-square ടെസ്റ്റിനെയും വ്യത്യാസപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റത്തെ 4 എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ explain sampling and non-sampling technique. Discuss different type of sampling technique. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാ കേട്ടോ. സാമ്പിളിംഗ് എന്താന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സാമ്പിളിംഗ് ഉണ്ട്, അതിൽ തന്നെ സാമ്പിളിംഗിന് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്. എന്താ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഐറ്റം, നമ്മളൊരു സാമ്പിളിലെ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന് എല്ലാ ഐറ്റത്തിനും ഈക്വൽ ചാൻസ് ആയിരിക്കും സെലക്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട്. അതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഈക്വൽ ചാൻസ് കൊടുക്കാത്ത സാമ്പിളിംഗ്, നമ്മളെ കൺവീനിയൻസ് അനുസരിച്ച് സെലക്ട് ചെയ്യിച്ചാൽ എല്ലാവർക്കും ഒരേ ചാൻസ് ഉണ്ടോ? ഇല്ല. അങ്ങനെയുള്ള പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ മെത്തേഡിനെയാണ് നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുക കേട്ടോ. അപ്പൊ നമുക്ക് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് പഠിക്കാൻ സമയത്ത് പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്. അപ്പൊ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്തായിരിക്കും? നോൺ ആൻഡ് ഈക്വൽ ചാൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഞാൻ കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ജസ്റ്റ് അതിന്റെ എന്ത് ചെയ്യണം, ഒന്ന് വൈഡർ ആയിട്ട് അതിന്റെ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകണം. ചിലപ്പോൾ സിസ്റ്റമാറ്റിക്, ക്ലസ്റ്ററോ അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡോ തമ്മിലൊക്കെ കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ സാധിക്കണം കേട്ടോ. അതിൽ ആദ്യത്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. എല്ലാ ഐറ്റം, ഇപ്പൊ 1000 ഐറ്റം ഉണ്ടെങ്കിൽ 1000 ഐറ്റത്തിനും ഈക്വൽ ചാൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. നമ്മൾ ലോട്ടറി മെത്തേഡ്, ലോട്ട് ചെയ്തെടുക്കുക, അങ്ങനത്തെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ റാൻഡം നമ്പർ ബേസ്ഡ് ആയിരിക്കും നമ്മൾ സെലക്ഷൻ ഒക്കെ ചെയ്യുക. ഇനി സിസ്റ്റമാറ്റിക് സാമ്പിൾ ഉണ്ടായിരിക്കും. ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും അവിടെ. ഞാൻ പറയാണ്, എല്ലാ 1000 ആൾ നിരന്ന് നിൽക്കുന്നുണ്ട്, എല്ലാ 5ാമത്തെ ആൾക്കാരെയും സെലക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, കേത്ത് ഐറ്റം, അത് ആ 5ാമത്തെ ആൾക്കാരെ ഒരു സിസ്റ്റം വെച്ചിട്ടല്ല, ഒരു കറക്റ്റ് ഒരു ഐറ്റം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വേറെ ഒന്നും നോക്കില്ല. ഒരു എല്ലാവർക്കും ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ അതിൽ നിന്ന് 5ാമത്തെ ആൾക്കാർ വെച്ചിട്ട്, ഞാൻ 4ാമത്തെ ആണെങ്കിൽ 4ാമത്തെ ആൾ വന്നിരുന്നു. അപ്പൊ അങ്ങനെ കേത്ത് ഐറ്റം വെച്ച് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് വിചാരിക്കുക. ഇതിനൊക്കെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റകളാക്കി തിരിക്കും. ഇതൊരു സ്ട്രാറ്റയാണ്, ഇതൊരു സ്ട്രാറ്റയാണ്, ഇതൊരു സ്ട്രാറ്റയാണ്. ആൻഡ് സാമ്പിൾസ് ആർ സെലക്ടഡ് ഫ്രം ഈച്ച് ഗ്രൂപ്പ്. എല്ലാത്തിൽ നിന്നും ഇപ്പൊ നമുക്ക് 60 എണ്ണം വേണം. അപ്പൊ ഈ ഗ്രൂപ്പിൽ ഞാൻ 20 എടുത്തു, 220 എടുത്തു, 220 എടുത്തു. നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും, അതാ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ് സ്ട്രാറ്റകളായി തിരിച്ചുക. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, എല്ലാ ക്യാരക്ടേഴ്സിൽ നിന്നും കുറച്ച് സാമ്പിൾ എടുത്തുകൊണ്ട് ഞാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറഞ്ഞാൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മളൊരു വലിയൊരു ഓർഗനൈസേഷനിലെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എംപ്ലോയീസിനെ കുറച്ച് സെലക്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ്.
ഇനി അതിൽ തന്നെയുള്ള നാലാമത്തെ ഒരു മെത്തേഡാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ പോപ്പുലേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെന്റ് ക്ലസ്റ്ററുകളാക്കി തിരിക്കുകയും അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നോ അതിലധികമോ ക്ലസ്റ്ററുകൾ സെലക്ട് ചെയ്ത് ആ ക്ലസ്റ്ററുകളെ മൊത്തമായിട്ട് പഠിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മളൊരു റൂറൽ സർവേ ചെയ്യാന്ന് വിചാരിക്കാം. അവിടെ ഒരു 36 വില്ലേജസ് ഉണ്ട്. അപ്പൊ ഓരോ വില്ലേജിനും ഓരോ ക്ലസ്റ്ററുകളായി തരും. അതിൽ നിന്ന് ഏതെങ്കിലും 6 വില്ലേജസ് സെലക്ട് ചെയ്ത് അതിന് 6 വില്ലേജസ് സെലക്ട് ചെയ്യുന്നു, അതിനെ കുറിച്ച് പഠനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ആണ് കേട്ടോ. ഇനി അവിടെ തന്നെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ടെക്നിക്സ് ഉണ്ട്. നോക്കൂ, ഇൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് നോട്ട് എവറി യൂണിറ്റ് ഹാസ് ഈക്വൽ ചാൻസ് ബീങ് സെലക്ട്. എല്ലാ യൂണിറ്റും ഉണ്ടല്ല ഈക്വൽ ചാൻസ് ഉണ്ടാവില്ല സെലക്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒന്നാമത്തെ മെത്തേഡാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. എന്റെ ഏറ്റവും അടുത്തുള്ള കുറച്ച് ആൾക്കാർ ഞാൻ എന്റെ കൺവീനിയൻസ് അനുസരിച്ച്, അതായത് റിസർച്ചറുടെ കൺവീനിയൻസിനനുസരിച്ച് എന്ത് ചെയ്യാണ്, സാമ്പിൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ പർപ്പസി സാമ്പിളിംഗ്. ഞാൻ എന്ത് ചെയ്യാണ്, റിസർച്ചറുടെ നോളജ്, ഞാൻ ആ റിസർച്ചർ എന്റെ നോളജിന്റെ എന്റെ ജഡ്ജ്മെന്റ് അനുസരിച്ച് ഞാൻ എന്റെ സാമ്പിളിനെ സെലക്ട് ചെയ്യാണ്. അല്ലാതെ ഞാൻ എല്ലാവർക്കും ഒരേ ചാൻസ് ഒന്നും കൊടുക്കുന്നില്ല. എനിക്ക് തോന്നി അയാൾ എന്റെ സാമ്പിൾ ആണ്, ഞാൻ അയാളെ സെലക്ട് ചെയ്തു. അങ്ങനെ ഞാൻ എന്റെ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ എന്റെ എക്സ്പീരിയൻസിന്റെ എന്റെ നോളജിന്റെ ബേസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ പർപ്പസി സാമ്പിളിംഗ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ മെത്തേഡ്. മറ്റൊന്ന് കോട്ട സാമ്പിളിംഗ് ആണ്. അതായത് നമ്മൾ നമ്മുടെ എൻറ്റയർ പോപ്പുലേഷൻ ഡിഫറെന്റ് ഗ്രൂപ്പുകളാക്കി തിരിക്കും. അതിൽ നിന്ന് ഫിക്സഡ് നമ്പർ ഓഫ് സാമ്പിൾസ് എന്ത് ചെയ്യും, എല്ലാ ഗ്രൂപ്പിൽ നിന്ന് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് കോട്ട സാമ്പിളിംഗ് എന്ന് പറയാം. ഇപ്പോൾ 1000 പേര് തന്നിട്ടുണ്ട്, അതിൽ ഫീമെയിൽ മെയിൽ എന്ന് പറഞ്ഞ രണ്ടായി തിരിക്കും. അതിൽ നിന്ന് മെയില് ഒരു 60%, ഫീമെയില് 40% ആണെങ്കിൽ മെയിലിൽ നിന്ന് 200 പേരാണെങ്കിൽ അതിനനുസരിച്ച് 120 എന്ത് ചെയ്യും, മെയിലിൽ നിന്നും 80 ഫീമെയിലിൽ നിന്നും എടുത്തിട്ട് ഞാൻ അതിനെ കുറിച്ച് പഠിക്കും. അതാണ് കോട്ട സാമ്പിളിംഗ്. ആൻഡ് നെക്സ്റ്റ് സ്നോബോൾ സാമ്പിളിംഗ് ആണ്. സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയറസ്റ്റ് ആയിട്ടുള്ള കേസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാമ്പിളിംഗ് മെത്തേഡ്. നമുക്ക് നമ്മളുടെ സാമ്പിൾസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെയധികം ഡിഫിക്കൽട്ടീസ് നേരിടുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ആണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ സാമ്പിൾ റയർ ആവുമ്പോൾ അല്ലെങ്കിൽ ഹിഡൻ ആവുന്ന സമയത്താണ് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുക. ഇപ്പോൾ നമുക്ക് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള മൈഗ്രെയിൻ ഉള്ള ആൾക്കാരെ നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ എനിക്ക് മൈഗ്രെയിൻ ഇല്ല എന്ന് വിചാരിക്കാം. എനിക്ക് ഇതില്ല ആൾക്കാരൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ എനിക്കൊരു മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയപ്പോ അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന, കാരണം അങ്ങനെയുള്ള ആൾക്കാർ, നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ എല്ലാവരും ഒക്കെ ഒരു ഗ്രൂപ്പായി മാറാറുണ്ട്. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാതുള്ള ആൾക്കാരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പൊ ഈ ക്യാൻസർ ഒക്കെ ഉള്ള രോഗികളൊക്കെ, എയ്ഡ്സ് ഉള്ള രോഗികളൊക്കെ അവർക്ക് ഇതേ രോഗമുള്ള ആൾക്കാരെ അറിയുന്നുണ്ടാവും. അപ്പൊ അവർ ത്രൂ എന്ത് ചെയ്യുക, റഫറലെടുത്ത് നമ്മൾ ഇങ്ങനെ പോയിട്ട് ആ ഒരു കോട്ട എത്രയാണോ നമുക്ക് വേണ്ട, 100 ആണെങ്കിൽ അത് ഫിൽ ആവുന്ന വരെ ഈ ബോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ ഒരു ബോൾ റോളിംഗ് എന്നുള്ള രീതിയിലാണ് ഇതിനെ സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗിലെ 4 മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കാറുണ്ട്. പ്രോബിലിറ്റി ആദ്യം സാമ്പിളിംഗും സെൻസസും, പ്രോബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ്, പ്രോബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്, നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ സാമ്പിളിംഗിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽസ് കിട്ടുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് ഒന്നുകൂടി നിങ്ങൾ വായിക്കണം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ആണ്. ഒരു പ്രോബ്ലം ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ പ്രോബ്ലത്തിലൂടെ പറയുന്നത്. നമുക്ക് മീനും നമുക്ക് കാരണം അറിയാം, ക്യൂട്ടി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള പേപ്പർ മാത്രമല്ല, ഇതൊരു പ്രോബ്ലം ഓറിയന്റഡ് പേപ്പർ കൂടിയാണ്. അപ്പൊ അതുകൂടി നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദി ഫോളോവിങ് ഡാറ്റ. അത് നമുക്കൊരു കണ്ടിന്യൂസ് സീരീസ് തന്നിട്ടുണ്ട്. ക്ലാസ് 0 to 10 27 ആൾക്കാര്, 10 to 20 10 ആൾക്കാര്, 20 to 30 7 ആൾക്കാര്, 30 to 40 5 ആൾക്കാര്, 40 to 50 4, 50 to 60 2. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ മീനാണ് കാണാൻ പറ്റുള്ളത്. എങ്ങനെ മീൻ കാണുക കണ്ടിന്യൂസ് സീരീസിന്റെ? മീൻ ഈക്വൽ ടു സിഗ്മ FM ഡിവൈഡഡ് ബൈ എൻ. അപ്പൊ ഈ എം എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ ആണ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം നമ്മൾ എം കണ്ടുപിടിക്കണം, അഥവാ മിഡ് വാല്യൂ. പിന്നെ F × M നമ്മൾ ചെയ്യണം. മിഡ് വാല്യൂ ആണുമ്പോ 5. എങ്ങനെയാ മിഡ് വാല്യൂ ആണ്?
ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2. 0 പ്ലസ് 10 10, 10 ഡിവൈഡ് ബൈ 2 എന്നാണ് 5. 10 പ്ലസ് 20 30, 30ന്റെ പകുതി 15, 50 25, 70 35, 90 45, 110 55. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ഇൻറ്റു ചെയ്യണം. 27 5 7 5 35 5 ഇഷ്ടം 3 13 135 അല്ലെ? സിഗ്മ എഫ് എക്സ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താണ്? 15 × 10 150, 25 × 7 7 5 35 3 7 14 17 175, 35 15 25 2 3 5 15, 4 20 0 2 4 16 18, 5 ആവുമ്പോൾ 110. നമുക്ക് എഫ് എം എല്ലാം കിട്ടല്ലോ. ഇങ്ങനെ ടോട്ടൽ ചെയ്യാം. 5 10 15 5 ഇഷ്ടം 1, 8 1 9 9 16 23 31 32 2 3 3 1 4 5 6 7 8 9 925 എന്ന് കിട്ടും. ഇനി ഫ്രീക്വൻസി ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ 27 10 37 37 7 44 44 5 49 49 4 53 2 55. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മീൻ ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ എൻ ആണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് സിഗ്മ എഫ് എം എത്ര നമുക്ക് കിട്ടിയേ? 925 925 ഡിവൈഡഡ് ബൈ 55. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? ചെയ്തു നോക്കൂ. 925 ഡിവൈഡഡ് ബൈ 55 എന്നാണ് 16.8. കാൽക്കുലേറ്റർ ഉണ്ടാവും എല്ലാവരുടെ കയ്യിലും, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാറുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും മീനോ മീഡിയൻ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാം കണ്ടിന്യൂസ് സീരീസ് പഠിച്ചേക്കാൻ. നോർമൽ സീരീസ് അങ്ങനെ വരാറില്ല. എങ്കിലും നമുക്ക് ഡിസ്ക്രീറ്റോ കണ്ടിന്യൂസ് സീരീസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്നത്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മീഡിയനും മീനും പഠിച്ചു വെക്കാം, ചോദിക്കും. ഒപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടി പഠിച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഥവാ വേരിയൻസ് ആണ് നമുക്ക് അടുത്തത് കാണാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമുക്ക് സുഖമാണ്. ഒന്നില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം, എന്നിട്ട് അതിന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേരിയൻസ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വേരിയൻസ് കാണുക, എന്നിട്ട് അതിനെ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അപ്പൊ നമുക്ക് ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് വേരിയൻസ് കാണാനാണ്. അപ്പൊ നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാം. വേരിയൻസ് എങ്ങനെയാ വേരിയൻസ് കാണാം? വേരിയൻസ് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതിന്റെ സ്ക്വയർ വേരിയൻസ് എന്നുള്ളതാണ് അല്ലെ? എങ്ങനെ കാണാം? ഇവിടെ റൂട്ട് വേണ്ടാന്നുള്ളൂ, പകരം സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് അതിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് കിട്ടി. ഇത് ഏത് പാർട്ടാണ് വരുന്നത്? ഇത് നമ്മളുടെ മീന്റെ പാർട്ടാണ് അല്ലെ? സിഗ്മ എഫ് എക്സ് ഡിവൈഡ് എഫ് എം ആണ് എക്സ് എന്ന് എഴുതാം കേട്ടോ. സിഗ്മ എഫ് എക്സ് നമ്മളവിടെ എം എന്ന് എഴുതിയുള്ളൂ, നിങ്ങൾക്ക് ഏത് എഴുതാം. സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ മീന്റെ ഭാഗമാണ്. അപ്പൊ ആ മീൻ എടുത്തിട്ട് അതിന്റെ സ്ക്വയർ കണ്ടാൽ മതി. പിന്നെ നമ്മൾ കാണുന്നത് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ആണ്. അപ്പൊ നമ്മളിവിടെ എക്സ് എന്ന് പറഞ്ഞത് ഇതായിരുന്നു. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം? അതിന്റെ എക്സ് സ്ക്വയർ കാണുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് അത് കണ്ടതിന് ശേഷം എന്ത് ചെയ്യണം? അതേ ഇൻറ്റു ഫ്രീക്വൻസി നമുക്ക് ചെയ്യണം. നമുക്കിവിടെ എന്ത് വേണം? എഫ് എക്സ് സ്ക്വയർ കൂടി നമുക്ക് കാണാം. എല്ലാരും കാൽക്കുലേറ്റർ എടുക്കാം. കാൽക്കുലേറ്റർ എടുത്ത് 5ന്റെ സ്ക്വയർ 25, 25 ഇൻറ്റു 27 ചെയ്യാം. 25 ഇൻറ്റു 27 അപ്പൊ എത്ര നമുക്ക് കിട്ടാം? 675 എന്ന് കിട്ടും. 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ഇൻറ്റു 15 എത്ര കിട്ടും? 225. അതേ ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 2250. അടുത്തത് 25 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 625. അതേ ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 4375. നിങ്ങൾ ടേബിൾ വരച്ച് കണ്ടാൽ മതി. ഞാൻ ആ ക്വസ്റ്റ്യൻ തന്നെ എഴുതി പോകുന്നുള്ളൂ. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ സെപ്പറേറ്റ് ഈ ക്ലാസ് ഇന്റർവെൽ ഫ്രീക്വൻസി എടുത്ത് ഒരു പേജിലോട്ട് വരച്ച് അവിടെ എം മിഡ് വാല്യൂ എക്സ് സ്ക്വയർ എഫ് എം എഫ് എക്സ് സ്ക്വയർ ഇത്രയും കോളം വരച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ടോ. അടുത്തത് 35ന്റെ സ്ക്വയർ 35 ഇൻറ്റു 35 പറഞ്ഞാൽ 1225. അതേ ഇൻറ്റു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ 6125. 45ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 അതേ ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8100 ഇനി 55ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3025 അതേ ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6050 ഇത് നമ്മൾ ടോട്ടൽ ചെയ്ത് എടുക്കണം. എങ്ങനെ ടോട്ടൽ ചെയ്യുക? 6050 പ്ലസ് 8100 പ്ലസ് 6125 പ്ലസ് 4375 പ്ലസ് 2250 പ്ലസ് 675. നമുക്ക് എത്ര കിട്ടും? 27,575 എന്ന് കിട്ടും. 27,575 എന്ന് കിട്ടും. ഇത് നമുക്ക് സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി അല്ലെ. അപ്പൊ 27,575 ഡിവൈഡഡ് ബൈ n 55 മൈനസ് എത്രയാണ് നമ്മൾ കണ്ടേ? 16.82ന്റെ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 27,575 ഡിവൈഡ് ബൈ 55 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 501.36 എന്ന് നമുക്ക് കിട്ടും. 501.36 മൈനസ് 16.82 ഇൻറ്റു 16.82 അതിന്റെ സ്ക്വയർ നമുക്ക് 282.91 കിട്ടും. നമ്മള് 501.36 മൈനസ് 282.91 ചെയ്ത് കഴിഞ്ഞാൽ 218.45 എന്നുള്ളത് നമുക്ക് ചെറിയ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ ഇവിടെ എടുക്കുന്ന ഈ വാല്യൂസിന് സ്കോറിനനുസരിച്ച് സയന്റിഫിക് കാൽക്കുലേറ്റർ നോർമൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പോയിന്റ് അങ്ങോട്ടോട്ട് വ്യത്യാസം ഉണ്ടാവും. അത് നമുക്ക് പ്രശ്നമല്ല കേട്ടോ. അപ്പൊ നമ്മുടെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയായിരിക്കും? വേരിയൻസ് ഈക്വൽ ടു 218.45 218.46 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഇതിന്റെ വേരിയൻസ് വരിക കേട്ടോ. ഇനി അവിടെ ചോദിച്ചുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കാണുക? ഇതിന്റെ റൂട്ട് കണ്ടാൽ മതി. സ്റ്റാൻഡേർഡ് ഡീവിയേഷന് സ്ക്വയർ ചെയ്ത വേരിയേഷൻ ആണെന്നുണ്ട്, വേരിയൻസ് ആണെന്നുണ്ടെങ്കിൽ വേരിയൻസിന് റൂട്ട് ചെയ്ത സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 218.45. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റൂട്ട് എടുക്കണം. റൂട്ട് എടുക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ റൂട്ട് കണ്ടാൽ മതി. നമ്മൾ ഈ കാണുമ്പോൾ 14.78 എന്ന് കിട്ടും. 14.78 ആയിരിക്കും നമ്മളുടെ എന്തെന്ന് പറഞ്ഞത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞത്. ഇങ്ങനെയാണ് നമ്മൾ മീനും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടാ ചെയ്യുക. ഇനി മീഡിയൻ ഉണ്ട്. മീഡിയന്റെ ഇക്വേഷൻ എന്ത് ചെയ്യാം? നമ്മൾ കറക്റ്റ് പഠിക്കണം. ആദ്യം എത്രയാണ് n+1/2 തൈറ്റ് നമ്മൾ n+1/2 തൈറ്റ് ലൊക്കേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അവിടുത്തെ എന്തുണ്ടായിരിക്കും? അതിന് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പൊ ആ മീഡിയന്റെ കൂടി നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. മീനിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോബ്ലം ഞാൻ പറഞ്ഞു. മീൻ നിങ്ങൾ പഠിച്ചു വെക്കണം, മറക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ.